നമസ്കാരം. പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെ മലയാള സിനിമയിലെ പ്രഗത്ഭർക്കെതിരെ ആരോപണങ്ങളുടെ മലവെള്ളപ്പാച്ചിലാണ് ഓരോ ദിവസവും പുറത്തു വന്നത്. അതിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നതാണ് യുവനടൻ നിവിൻ പോളിക്കെതിരായ കേസ്. എന്നാൽ ഇത് കള്ളക്കേസാണെന്ന വാദവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിവിൻ പോളി. കൊച്ചിയിലെ യുവതിയുടെ പരാതിയിൽ ബലാത്സംഗ കേസിൽ പോലീസ് പ്രതി ചേർത്തതിനെതിരെ നടൻ നിവിൻ പോളി പരാതി നൽകി. സംസ്ഥാന DGPക്കാണ് നിവിൻ പോളി പരാതി നൽകിയത്. തനിക്കെതിരായിട്ടുള്ളത് കള്ളക്കേസാണെന്ന് വ്യക്തമാക്കിയാണ് നിവിൻ പോളി പ്രാഥമിക പരാതി നൽകിയത്. തന്റെ പരാതി കൂടി പരിശോധിക്കണമെന്നും നിവിൻ പോളി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ FIRന്റെ പകർപ്പ് കിട്ടിയ ശേഷം വിശദമായ പരാതി എഴുതി നൽകുമെന്നും നിവിൻ വ്യക്തമാക്കി. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നിവിൻ അറിയിച്ചിരിക്കുന്നത്. തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ട് പോലുമില്ലെന്നാണ് നിവിന്റെ നിലപാട്. തന്റെ പരാതി കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ച് നിലപാടിലെത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് നിവിൻ മുന്നോട്ട് വെക്കുന്നത്. മുൻകൂർ ജാമ്യം അടക്കം തേടി കോടതിയെ സമീപിക്കുന്നത് പോലീസ് നടപടിയുടെ പുരോഗതി നോക്കിയ ശേഷം മതി എന്നാണ് നിവിന് കിട്ടിയ നിയമോപദേശമെന്നാണ് വിവരം. FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കും മറ്റ് 5 പേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേസിലെ 2ാം പ്രതിയായ AK സുനിലും പറഞ്ഞു. യുവതിയുടെ ആരോപണത്തിൽ സത്യമില്ലെന്ന് നിവിൻ പോളിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ റാഫേലും വ്യക്തമാക്കി. യുവതിയുടെ വിശദമായ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതിനിടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരി പ്രതികരിച്ചു. തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണെന്ന് പരാതിക്കാരി പറഞ്ഞു. നിർമ്മാതാവ് AK സുനിലാണ് നിവിനെ പരിചയപ്പെടുത്തിയത്. മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും പരാതിക്കാരി ആവർത്തിച്ചു. പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ 6ാം പ്രതിയാക്കിയാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. നിർമ്മാതാവ് AK സുനിൽ അടക്കം കേസിൽ 6 പ്രതികളാണുള്ളത്. നിവിൻ പോളി 6ാം പ്രതിയാണ്. എന്തായാലും ചലച്ചിത്ര താരങ്ങളും സംവിധായകരും ഉൾപ്പെടെ നിരവധി പേരുടെ പേരിൽ കുറ്റപത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതിനിടയിൽ നിവിൻ പോളി ഫയൽ ചെയ്ത കൗണ്ടർ പെറ്റീഷന് എത്രമാത്രം പരിഗണന കിട്ടുമെന്ന് കണ്ടറിയണം.